നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിന് ഇവിടെ ഈ ചാർജർ ക്യാപ്പില്ല, ഈ റബ്ബർ ക്യാപ്പ് ഇല്ലാത്തത് കാരണം എന്താ വെച്ചാൽ ഓല ആദ്യം ഇറക്കിയ സമയത്ത് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഇയർ ഒരു 1.5 ഇയറിൽ ഇറങ്ങിയ വണ്ടിക്കൊക്കെ ഇതിൽ ചാർജിങ് ക്യാപ്പ് ഇതുപോലത്തെ റബ്ബർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചാർജറിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരത് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ട് ഇവിടെ റബ്ബർ ഒരു സ്പോഞ്ച് മാത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇത് കണ്ടോ, മഴക്കാലമായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ലെഗിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം കെട്ടി നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് പോയാൽ അല്ലെങ്കിൽ എവിടെ നിർത്തിയിട്ട് പോയാൽ ഇതിലേക്ക് വെള്ളമാവും. വെള്ളം അതിൻ്റെ ശേഷം അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ചാർജർ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ടോപ്പ് തന്നെ ചിലപ്പോൾ പിള്ളേരൊക്കെ പിടിച്ച് ജസ്റ്റ് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ മഴൻ്റെ സമയമാണ്, അപ്പോൾ മഴയുള്ള സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വെള്ളം കയറി പിന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് എന്ത് ചെയ്യും, ഫംഗസായിട്ട് പിന്നെ ചാർജ് കയറാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചാണ് നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണിത്. ഇതിന് 150 രൂപേൻ്റെ ഉള്ളിലേറ്റേ വന്നിട്ടുള്ളൂ റേറ്റ്. വേണമെന്ന ലിങ്ക് ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സാധനം നമുക്ക് എങ്ങനെ വെക്കാം, സിമ്പിളായിട്ട് നമുക്കിത് ഇതിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, കാരണം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് ഫിറ്റിങ്സിനുള്ള പിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിന്മേൽ ഫിറ്റ് ചെയ്യാന്നുള്ള നമുക്ക് നേരെ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ജെൻ 2 ആണ്, ജെൻ 1 ആണെങ്കിലും ജെൻ 2 ആണെങ്കിലും എയർ ആണെങ്കിലും എല്ലാത്തിനും ഇപ്പോൾ എൻ്റെ ഇതേ ഗണ്ണ് ആണ് വരുന്നത്, ഇതേ ചാർജിങ് പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ റബ്ബർ ക്യാപ്പൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലിങ്ക് പോയി പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ നമുക്കിത് ഇങ്ങനെ ഒരു പിന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോള് കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലേക്ക് പ്രസ് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും പ്രസ് ചെയ്യുക. അവിടെ നിന്നു, ഇത് കണ്ടോ ഇങ്ങനെ നിന്നു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ഫിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചാർജിങ് റബ്ബർ ക്യാപ്പ്. അതേ ഓലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതടക്കം. ഓക്കെ, ഇനി അതല്ല, ഇവിടുത്തെ ഈ സ്പോഞ്ച് എടുത്താൽ സ്മൂത്തായിട്ട് ഇവിടെ ശരിക്കും അടഞ്ഞ് നിൽക്കും. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതെടുത്ത് ഒഴിവാക്കി കറക്റ്റായിട്ട് സ്മൂത്താവും. ഓക്കെ, താങ്ക് യു.